മുസ്ലിം ലീഗ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിൽ. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിൽ. പി.കെ. കുഞ്ഞാലിക്കുട്ടി, കെ.എം. ഷാജി, എൻ. ഷംസുദ്ദീൻ, പി.കെ. ബഷീർ, വി. അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് മന്ത്രിമാർ സർവശക്തനായ അല്ലാഹുവിന്റെ നാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. സംഘപരിവാർ ആക്രമണം ഭയന്നാണ് ലീഗ് മന്ത്രിമാർ അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന പ്രയോഗം ഒഴിവാക്കിയതെന്നാണ് ഉയരുന്ന വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലും ലീഗിനെതിരെ BJP സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ വർഗീയ ആക്രമണങ്ങൾ ഉയർന്നിരുന്നു. അതോടൊപ്പം സാമുദായിക നേതാക്കളായ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ലീഗിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദ ഫലമായാണ് V.D. സതീശൻ മുഖ്യമന്ത്രിയായതെന്നായിരുന്നു പ്രധാന ആരോപണം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഹൈക്കമാൻഡായി ചിത്രീകരിച്ച പോസ്റ്ററുകളും BJP അനുകൂല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിച്ചിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ യോഗനാഥത്തിൽ മാറാട് കലാപത്തിനും മലബാർ കലാപത്തിനും പിന്നിൽ മുസ്ലിം ലീഗ് ആണെന്ന ആരോപണവും ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും ഓഡിറ്റിംഗിനും വിധേയരാകുമെന്ന ഭയത്താലാണ് ലീഗ് മന്ത്രിമാർ ഇത്തവണ അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നതെന്നാണ് വിമർശനം.